ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന നോവലിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്കാണ്. അല്പനേരം ആലോചിച്ചിരുന്നിട്ട് ബിന്നി അമ്മച്ചിയുടെ മുറിയിലേക്ക് ചെന്നു. കിടക്കുകയായിരുന്നു ത്രേസ്യാമ്മ. അവൻ അമ്മച്ചിയെ കിടക്കയിലിരുന്നു. അസുഖം വല്ലതും തോന്നുന്നുണ്ടോ അമ്മച്ചിക്ക്? ത്രേസ്യാമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ബിന്നി ചോദിച്ചു. ഇല്ല മോനെ, ഒരു കാര്യത്തിൽ എനിക്ക് വിഷമമുള്ളൂ. നിന്റെ കെട്ട് നടന്ന് കാണാത്തതിൽ. ത്രേസ്യാമ്മയുടെ ശബ്ദം ഇടറി. ബിന്നി ഒന്നും മിണ്ടിയില്ല. ആ ഡോക്ടർ ഇപ്പോഴും കാരിത്താസിലുണ്ടോ മോനെ? അനിലയുടെ കാര്യമാണ് അമ്മച്ചി ചോദിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഉണ്ടെന്ന് തോന്നുന്നു. അതിന് നടക്കത്തില്ലല്ലേ? നിരാശയോടെ ത്രേസ്യാമ്മ ചോദിച്ചു. ബിന്നി മറുപടിയൊന്നും പറഞ്ഞില്ല. മറ്റേ കൊച്ചിൻ്റെ ശാപം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതാ കാര്യം. അനീറ്റയുടെ കാര്യമാണ് അമ്മച്ചി പറഞ്ഞതെന്ന് ബിന്നിക്ക് മനസ്സിലായി. അനീറ്റയുടെ ശാപം കാണും. ഇപ്പോൾ ഓരോരുത്തരും അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എത്രയും വേഗം ഒരു കുട്ടിയെ കണ്ടുപിടിക്കണം ബിന്നി. അത് കണ്ടിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടെ ഒന്ന് കണ്ണടയ്ക്കാൻ. അല്പനേരം കൂടി അവിടെ ഇരുന്നിട്ട് അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി. അത്താഴം കഴിഞ്ഞ് ബിന്നി തൻ്റെ മുറിയിലേക്ക് പോകുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ജെയിൻസിൻ്റെ മൊബൈലിൽ അനീറ്റയുടെ നമ്പർ കാണും. അവളുടെ കെട്ട് കഴിഞ്ഞതിന് ശേഷം തമ്മിൽ കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ചിട്ടില്ല, മാപ്പ് ചോദിക്കാൻ സാധിച്ചിട്ടില്ല. ശബ്ദമുണ്ടാക്കാതെ ബിന്നി ജെയിംസിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു. പാതി മയക്കത്തിലായിരുന്നു അപ്പോൾ ജെയിംസ്. സീലിംഗ് ഫാന് ഫുൾ സ്പീഡിൽ കറങ്ങുന്നു. കിടക്കയിൽ ജെയിംസിൻ്റെ മൊബൈലിരിക്കുന്നത് അയാൾ കണ്ടു. വിറയ്ക്കുന്ന വിരലുകളോടെ അയാൾ ജെയിംസിൻ്റെ മൊബൈലെടുത്തു. അനീറ്റയുടെ നമ്പറിന് വേണ്ടി പരതി. അനീറ്റ എന്ന പേര് കണ്ടുപിടിക്കാൻ ബിന്നിക്ക് കഴിഞ്ഞില്ല. പക്ഷേ അനി എന്നൊരു പേര് കിട്ടി. അത് അനീറ്റയാണെന്ന് അവൻ ഊഹിച്ചു. ആ നമ്പർ എഴുതിയെടുത്തു. ബിന്നി സ്വന്തം മുറിയിലേക്ക് പോയി. മൊബൈൽ നമ്പറാണ്. അയാൾക്ക് ലഹരി കലർന്ന ഒരുതരം സന്തോഷം തോന്നി. വിരൽത്തുമ്പിൽ ഇപ്പോൾ അനീറ്റയുണ്ട്. വിളിച്ചാളുടൻ അവളെ കിട്ടും. അയാളെ വാച്ചിൽ നോക്കി. മണി 10 കഴിഞ്ഞ് 10 മിനിറ്റ്. ബിന്നി നമ്പറിൽ വിളിച്ചു. അനീറ്റ അപ്പോൾ ഉറങ്ങാൻ തയ്യാറായി മുടി പിന്നിക്കെട്ടുകയായിരുന്നു. ബെല്ലടിക്കുന്നത് കേട്ട് അവൾ ചെന്ന് മൊബൈൽ എടുത്ത് നോക്കി. പരിചയമില്ലാത്ത നമ്പറായിരുന്നു അത്. എന്നിട്ടും ആ കോൾ എടുത്തു. ഹലോ. ഏറെ നാളുകൾക്ക് ശേഷം അനീറ്റയുടെ സ്വരം കേട്ടപ്പോൾ ബിന്നി അറിയാതെ ഒന്ന് കോരിത്തരിച്ചു. ഞാനാണ്, ഇത് ബിന്നി. അവൾ സ്തബ്ധയായിട്ട് നിന്നു. അനീറ്റ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. പെട്ടെന്ന് അവൾ മൊബൈൽ ഓഫ് ചെയ്തു. ഇത്രയും നാളുകൾക്ക് ശേഷം വീണ്ടും ബിന്നി അനീറ്റയ്ക്ക് കരച്ചിൽ വന്നു. ജോഷി ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അവൾ ബാത്റൂമിൽ ചെന്ന് മതിയാവോളം കരഞ്ഞു. എന്തിനാണ് ഞാനിങ്ങനെ കരയുന്നത്? അവൾ സ്വയം ചോദിച്ചു. താൻ ബിന്നിയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ തൻ്റെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ആ പഴയ സ്നേഹത്തിൻ്റെ നേരത്തെ ഒരു ഓർമ്മയുടെ സുഗന്ധം മയങ്ങിക്കിടപ്പില്ലേ? ഇല്ലെന്ന് അനീറ്റ സ്വയം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുഖം കഴുകി തുടച്ചിട്ട് അവൾ ചെന്നിട്ട് ജോഷിയുടെ അടുത്ത് ഉറങ്ങാൻ കിടന്നു. ഇന്ന് മേപ്പിളിൻ്റെ ആദ്യ രാത്രിയാണ്. ദുരന്തത്തിൻ്റെ കരിനിഴൽ വീണ് കിടക്കുന്ന രാത്രിയാണിതെന്ന് ആ പാവത്തിന് അറിയില്ലല്ലോ. മേബിളിനെ എങ്ങനെയും രക്ഷിക്കണം. അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. പിറ്റേന്ന് ഓഫീസിലെത്തിയ ശേഷം അനീറ്റ അമല ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഡോക്ടർ മോഹൻ ജോസിൻ്റെ വീട്ടിലെ നമ്പർ വാങ്ങി. അപ്പോൾ തന്നെ അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ. ഒരു പുരുഷ ശബ്ദമാണ് റിസീവറിലൂടെ വന്നത്. ഡോക്ടർ മോഹൻ ജോസിൻ്റെ വീടല്ലേ? അവൾ ചോദിച്ചു. എൻ്റെ പേര് അനീറ്റ എന്നാണ്. മേബിളിൻ്റെ ക്ലാസ്മേറ്റാണ്. അവൾക്ക് ഒന്ന് കൊടുക്കാമോ? മേബിൾ. അയാളൊന്ന് ചിരിച്ചു. ഷൈനിക്ക് അങ്ങനെ ഒരു പേരുണ്ടല്ലേ? ഹോൾഡ് ചെയ്യൂ അനീറ്റ, അവളെ ഞാൻ വിളിക്കാം. തെല്ലുക സമയം കഴിഞ്ഞപ്പോൾ മേബിളിൻ്റെ ശബ്ദം വന്നു. ഹലോ മേബിളെ, ഇത് ഞാനാണ് അനീറ്റ. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നുണ്ട്. എപ്പോഴാണ് സൗകര്യം? ഒരാഴ്ചത്തേക്കാണ് ലീവ് എടുത്തിരിക്കുന്നത്. അതുവരെ എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാം ഉണ്ട്. ഇടയ്ക്ക് വീട്ടിലൊന്ന് പോകണം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലടി. മേബിള് അവളുടെ നിസ്സഹായത അറിയിച്ചു. ഞാനൊരു ദിവസം അങ്ങോട്ട് വന്നാലോ? അനീറ്റ ചോദിച്ചു. അത്രയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും? മേബിളിൻ്റെ സ്വരത്തിൽ ഭീതിയുടെ നിഴൽ വീണിരുന്നു. അവളെ ഭയപ്പെടുത്താൻ അനീറ്റ ആഗ്രഹിച്ചില്ല. അങ്ങനെയൊന്നുമില്ല. നിന്നെ കാണാം, ഡോക്ടറെ പരിചയപ്പെടാം, അത്രയേ ഉള്ളൂ. ആളൊരു പാവാടി. ഇന്നലെ രാത്രി ഞങ്ങൾ ഉറങ്ങിയതേ ഇല്ല. ഈ സംശയിക്കണ്ട, സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്ക് ഒരേ ഒരു ദുസ്വഭാവം മാത്രമേ ഉള്ളൂ അത്രേ, മുൻകോപം. അതുകൊണ്ട് പേടിക്കരുതെന്ന് പറഞ്ഞു. നീ ഫ്രീ ആകുന്ന നേരത്ത് എന്നെ ഒന്ന് വിളിക്കണേ.
അനീറ്റ പറഞ്ഞു. വിളിക്കാം, മേബിൾ പറഞ്ഞു. അന്ന് വൈകുന്നേരം ജോഷി പതിവിലും നേരത്തെ വന്നു. അപ്പോൾ ഡെയ്സി ഓഫീസിൽ നിന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ വേഷം മാറിയിട്ട് പത്രം എടുത്ത് വായിച്ചുകൊണ്ട് മുൻവശത്തെ മുറിയിൽ വന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾ ഗേറ്റിങ്ങിലേക്കായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഡെയ്സി വന്നു. അവൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുന്നത് നോക്കി ജോഷിയിരുന്നു. ഡെയ്സി അതീവ സുന്ദരിയാണ്. ഏത് ഭാഗ്യവാനാണ് അവളെ കിട്ടാൻ പോകുന്നത്. ചേട്ടനിന്ന് നേരത്തെ വന്നോ? അയാളെ കണ്ട് അവൾ ചോദിച്ചു. അവിടെ ഇരുന്നിട്ട് എന്തിനാ വെറുതെ ബോറടിക്കുന്നത്? ഇവിടെ വന്നാൽ അനീറ്റ വരുന്നത് വരെ ഡെയ്സിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലോ, ജോഷി പറഞ്ഞു. ചുണ്ടിലൊരു ചിരി വരുത്തിയിട്ട് അവൾ മുറിയിലേക്ക് പോയി. കത്തിച്ചു കളഞ്ഞ ഫോട്ടോകളെക്കുറിച്ചാണ് ഡെയ്സിക്കപ്പോൾ ഓർമ്മ വന്നത്. ജോഷി ചേട്ടൻ്റെ കയ്യിൽ അവ കിട്ടാഞ്ഞത് എത്ര ഭാഗ്യമായി. പിന്നെ എങ്ങനെ ചേട്ടൻ്റെ മൂത്ത് നോക്കും? പെട്ടെന്നൊരു സംശയം അവളെ നടുക്കി. ഫോട്ടോ അയച്ചത് ആരാണെങ്കിലും അവർ ജോഷി ചേട്ടൻ്റെ പേരിലും അത് അയച്ചു കാണുമോ? അത് കിട്ടിയിട്ടും അറിയാത്ത മട്ടിലിരിക്കുകയാണ് ചേട്ടൻ. അയാളെ വേഷം മാറിയിട്ട് അടുക്കളയിൽ ചെന്ന് സ്റ്റൗ കത്തിച്ച് ചായയ്ക്ക് വെള്ളം വെച്ചു. കുറേ ദിവസമായിട്ട് ഡെയ്സിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവൾ ഞെട്ടിത്തെരിച്ച് നോക്കി. പിന്നിൽ ജോഷി നിൽക്കുന്നു. നീ സുന്ദരിയാണ് ഡെയ്സി. കല്യാണപ്രായമായി. നിനക്ക് പല ആഗ്രഹങ്ങളും കാണുമെന്ന് എനിക്കറിയാം. നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ. എൻ്റെ മനസ്സിലാരുമില്ല, വിമ്മട്ടത്തോടെ ഡെയ്സി പറഞ്ഞു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രേമമൊന്നുമില്ലായിരുന്നോ? നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണിനെ ഒരുപാട് പേര് വലയിലാക്കാൻ നോക്കിക്കാണും. എനിക്കറിയാം. അയാൾ പൊട്ടിച്ചിരിച്ചു. പ്രേമിക്കേണ്ട കാലത്ത് പ്രേമിക്കണം, അടിച്ചു പൊളിച്ച് നടക്കേണ്ട കാലത്ത് അടിച്ചു പൊളിക്കണം. അതാണ് എൻ്റെ പോളിസി. കെട്ടുകഴിഞ്ഞാൽ അതോടെ നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ പോയി. കണ്ടില്ലേ ഞാൻ അനുഭവിക്കുന്നത്? പെട്ടെന്ന് ആരോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. ജനാലയിലൂടെ ഡെയ്സി നോക്കി. അനീറ്റയാണ് വന്നത്. ജെയ്സിക്ക് ആശ്വാസമായി. ജോഷി വേഗം ഡ്രോയിങ് റൂമിലേക്ക് പോയി. നീ നേരത്തെ വന്നത് നന്നായി. നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ? വിനോദ് സാറിൻ്റെ വീട്ടിൽ. ഇന്ന് സാറിനെ ക്ഷണിച്ചു. വൈകുന്നേരം വീട്ടിൽ കാണുമെന്ന് പറഞ്ഞിരുന്നു. വിനോദ് സാറിൻ്റെ വീട്ടിലൊന്നും പോകുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് അനീറ്റയ്ക്ക് തോന്നി. സ്നേഹമുള്ളവനാണ്, സഹായിച്ചവനാണ്. ജോഷിയും അനീറ്റയും കൂടിയാണ് പാട്ടുരായ്ക്കയിലേക്ക് പോയത്. അവരിരുവരും നിർബന്ധിച്ചെങ്കിലും ഡെയ്സിക്കൊപ്പം ചെന്നില്ല. അവർ ചെന്നപ്പോൾ വിനോദ് കുരുവിളയും കുക്കു ബാബുവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കൊട്ടാരം പോലൊരു വീട്. സാറിന് താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയൊരു വീട്? അനീറ്റ ആശ്ചര്യത്തോടെ ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? എനിക്കിഷ്ടമുള്ളവരെ താമസിപ്പിക്കാനാണ് ഞാൻ ഈ വീട് വാങ്ങിയത്. ആ കൂട്ടത്തിൽ ഞങ്ങളും പെടുവോ സാറേ? ജോഷി ചോദിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ജോഷി, മുകളിലത്തെ നിലയിൽ നിങ്ങൾ താമസിച്ചോളാൻ. മുകളിലേക്ക് പോകാൻ വെളിയിൽ നിന്നും പ്രത്യേകം സ്റ്റെയർ കേസ് ഉണ്ട്. ആ വീട് കണ്ടേ? വിനോദ് അവരെ വീടിൻ്റെ എല്ലാ മുറികളും കൊണ്ടുവന്ന് കാണിച്ചു. മനോഹരമായി ഫർണിഷ് ചെയ്ത മുറികളായിരുന്നു അത്. മുകളിൽ 3 ബെഡ്റൂമും ബാൽക്കണിയിൽ ഹാള്, വേണമെങ്കിൽ കിച്ചണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മുറി. നല്ല വീട്, അനീറ്റ പറഞ്ഞു. ആളുകൾ താമസിക്കുമ്പോഴേ ഇത് വീടാവും, അല്ലെങ്കിൽ വെറും കെട്ടിടം മാത്രം, വിനോദ് പറഞ്ഞു. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അനീറ്റയ്ക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ഞാൻ സീരിയസ് ആയിട്ടാണ് അന്ന് പറഞ്ഞത്. മുകളിലത്തെ നിലയിൽ നിങ്ങൾക്ക് താമസിക്കാം, വിനോദ് പറഞ്ഞു. ഞാൻ റെഡിയാണ് സാർ, എന്ന് വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജോഷി സന്തോഷം മറച്ചു വെച്ചില്ല. എന്ന് വേണമെങ്കിലും വരാലോ. അനീറ്റ എന്തു പറയുന്നു? വിനോദ് അവളെ നിന്ന് നോക്കി. ആലോചിച്ചിട്ട് പറയാം സാർ, അവൾ പറഞ്ഞു. അത് മതി. നല്ല സ്കോച്ചിരിപ്പുണ്ട്. അനീറ്റയുള്ളപ്പോൾ എങ്ങനെയാ? വിനോദ് രഹസ്യമായിട്ട് ജോഷിയോട് ചോദിച്ചു. ഇപ്പോൾ വേണ്ട, അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വേറൊരു ദിവസം വരാം. തിരിച്ചു പോകുമ്പോൾ കാറിലിരുന്നു കൊണ്ട് വീട്ടുമാറ്റത്തെക്കുറിച്ച് അവൾ ചർച്ച ചെയ്തു. വിനോദ് സാർ ഇപ്പം അങ്ങനെയൊക്കെ പറയും, പക്ഷെ പുള്ളിക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ആകാൻ പാടില്ല, അനീറ്റ പറഞ്ഞു. അങ്ങനെയൊന്നും ആകത്തില്ല, പക്ഷെ എനിക്കൊരു പേടി മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും എപ്പോഴും അവിടെ കടന്നു വരില്ല. ഡെയ്സി തനിച്ച്, താഴെ അയാളും. ജോഷിയെ അവൾ തറപ്പിച്ചു നോക്കി. അയാളെ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ അനീറ്റയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ 2 സന്ദർശകർ വന്നു. മേബിളും ഡോക്ടർ മോഹൻ ജോസുമായിരുന്നു അവർ. മോളെ നീ? മേബിളിൻ്റെ കൈ പിടിച്ചിട്ട് അനീറ്റ അത്ഭുതപ്പെട്ടു. നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചാൽ വിളിച്ചു പറയാതെ ഇങ്ങോട്ട് പോകുന്നത്. മോഹൻ, ഇതാണ് അനീറ്റ. മോഹൻ ജോസിന് അവളെ മേബിൾ പരിചയപ്പെടുത്തി കൊടുത്തു. കണ്ടാൽ സൗമ്യപ്രകൃതമുള്ള സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു മോഹൻ. ഇദ്ദേഹത്തെക്കുറിച്ചാണോ അവൾ മുൻകോപി എന്ന് പറഞ്ഞത്? ഹലോ, സൗഹൃദത്തോടെ അയാൾ പറഞ്ഞു. മാരേജിന് വരാൻ എനിക്ക് സാധിച്ചില്ല, ക്ഷമാപണത്തോടെ അനീറ്റ പറഞ്ഞു. മേബിളിൻ്റെ പേരിൽ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. ഒരു എമർജൻസി ഉണ്ടായത് കാരണം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്.
അതുവരെ കൂട്ടുകാരികൾക്ക് പഴയ കഥകൾ അയവിറക്കാം. തിരിച്ചു വരുമ്പോഴേക്കും വിട്ടേക്കണം. പുഞ്ചിരിയോടെ മോഹൻ പറഞ്ഞു. താങ്ക് യു മോഹൻ. ഡോക്ടർ മോഹൻ യാത്ര പറഞ്ഞു പോയി. വിസിറ്റേഴ്സ് റൂമിൽ മേബിളിനെയും കൊണ്ട് അനീറ്റ പോയി. അവിടെ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. സോഫയിൽ അടുത്തടുത്തിരുന്നവർ സംസാരിച്ചു. നിന്റെ വിശേഷങ്ങൾ പറ അനീറ്റ. നിനക്ക് സുഖമല്ലേ? മേബിൾ ചോദിച്ചു. സുഖമാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ. നിനക്കിതുവരെ വിശേഷം എന്തെങ്കിലും? അനീറ്റ ഒന്ന് ചിരിച്ചു. തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ടാന്നൊരു തീരുമാനം. കഴിഞ്ഞ ആഴ്ച വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. ഇനി അധികം വൈകാതെ. പെട്ടെന്ന് അനീറ്റയുടെ ഫോൺ ബെല്ലടിച്ചു. അവൾ അതെടുത്തു. ജെയിംസിൻ്റെ നമ്പറാണ് തെളിഞ്ഞത്. അനീറ്റയുടെ മുഖം വിളറി. അവൾ വേഗം ആ കോള് ക്യാൻസൽ ചെയ്തു. എന്തോ കുഴപ്പമുണ്ടെന്ന് അനീറ്റയുടെ മുഖം കണ്ടപ്പോൾ മേബിളിന് തോന്നി. എന്താ അനീറ്റ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ദുർബലമായ സ്വരത്തിൽ അവൾ പറഞ്ഞു. ആരാ വിളിച്ചത്? ജെയിംസ്, ബിന്നിയുടെ അലിയൻ. അനീറ്റ തലവിലുക്കി. എന്തിനാ അവൻ വിളിച്ചത്? മേബിളിനോട് എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അല്ലെങ്കിൽ പെട്ടെന്നത് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കതൊരു ഷോക്കായിരിക്കും. ഞാൻ പറയാം മേബിൾ, പക്ഷെ നീ പേടിക്കരുത്. ജെയിംസുമായിട്ട് കഴിഞ്ഞ തവണ നടന്ന ഫോൺ സംസാരം അതേപടി അവൾ മേബിളിനോട് പറഞ്ഞു. ഞെട്ടിത്തെറിച്ച് മേബിളിരുന്നു. പേടിക്കണ്ട മോളെ, ഞാൻ കാരണം നിനക്കൊരു ആപത്തും ഉണ്ടാവുകയില്ല. ചെയ്യാത്ത തെറ്റിനെ നീ ആവശ്യത്തിലേറെ ശിക്ഷ അനുഭവിച്ചല്ലേ? അനീറ്റ അവളെ ആശ്വസിപ്പിച്ചു. ചെയ്യാത്ത തെറ്റിന് നീയും ഒരുപാട് അനുഭവിച്ചില്ലേ? മേബിളും പറഞ്ഞു. അവൻ പറയുന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണം. അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എങ്കിൽ നിന്നെ വെറുതെ വിടാമെന്നാണ് അവൻ്റെ ആഗ്രഹം. അനീറ്റ പറഞ്ഞു. അവൻ നിന്നെ ബാക്ക്മെയിൽ ചെയ്യുക. ഒരിക്കലും നീ അതിന് വഴങ്ങരുത്. ജീവിതകാലം അവൻ നിന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. മേബിൾ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ മോഹൻ തിരിച്ചെത്തി. സൗകര്യം പോലെ അനീറ്റ ഹസ്ബൻഡ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. അവളെ ക്ഷണിച്ചിട്ടാണ് മേബിളിനെയും കൊണ്ട് മോഹൻ പോയത്. അന്ന് രാത്രിയിൽ അനീറ്റയുടെ മൊബൈലിൽ വീണ്ടും ജെയിംസിൻ്റെ കോൾ വന്നു. ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ നീ നിന്നെ ഫോൺ കട്ട് ചെയ്തത്? ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവൻ ചോദിച്ചു. ഞാനപ്പോൾ ഓഫീസിലായിരുന്നു, ഒരു കോൺഫറൻസിൽ. അവൾ നുണ പറഞ്ഞു. എനിക്കങ്ങനെ തോന്നി. നാളെ രാവിലെ നീ എറണാകുളത്ത് വരണം. MG റോഡിൽ പത്മ ജംഗ്ഷനിലെടുത്തൊരു ഹോട്ടലുണ്ട്, കൊച്ചിൻ റീജൻസി. ഞാനവിടെ കാണും, ജെയിംസ് പറഞ്ഞു. അനീറ്റ ഒന്നും പറഞ്ഞില്ല. രാവിലെ 10 മുതൽ 12 വരെ ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ അതിനുള്ളിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ നേരെ തൃശ്ശൂർക്കായിരിക്കും വരുന്നത്. നിൻ്റെ അടുത്തേക്കല്ല, ഡോക്ടർ മോഹൻ ജോസിനെ കാണാൻ. ജെയിംസ്, നിൻ്റെ മോഹം നടക്കില്ല. അവനെ പിന്തിരിപ്പിക്കാനായിട്ട് അനീറ്റ പറഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ തോൽക്കാൻ തയ്യാറല്ലടി. കഴിഞ്ഞ തവണത്തേതുപോലെ നീ എന്നെ കുരുക്കിലാക്കാൻ ശ്രമിച്ചാൽ അതിന് നീ നൽകേണ്ട വില വലുതായിരിക്കും. ഓർത്തോ. കൂടുതലൊന്നും പറയാതെ ജെയിംസ് ഫോൺ വെച്ചു. അന്ന് തന്നെ അവൻ സുഹൃത്തുക്കളോടൊപ്പം എറണാകുളത്തേക്ക് പുറപ്പെട്ടു. കൊച്ചിൻ റീജൻസിയിലെ 2 AC മുറികളെടുത്തു. അനീഷൻ്റെ സഹായത്തോടെ ആ മുറിയിൽ 2 ക്യാമറകൾ ഒളിപ്പിച്ചു വെച്ചു. ഞങ്ങളെ തൊട്ടടുത്ത മുറിയിലുണ്ടാ, നീ ധൈര്യമായിരിക്കും. മോണിറ്ററിൽ ഞങ്ങളെല്ലാം കാണും, അപ്പോൾ തന്നെ റെക്കോർഡും ചെയ്യും, അനീഷ പറഞ്ഞു. പിറ്റേന്ന് 12 മണിവരെ ജെയിംസും കൂട്ടുകാരും ഹോട്ടൽ മുറിയിൽ കാത്തിരുന്നു. അനീറ്റ വന്നില്ല. നിരാശയോടെ അവൻ അവളുടെ മൊബൈലെടുത്ത് വിളിച്ചു. അത് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. 1 മണിക്കൂറായപ്പോൾ കൂട്ടുകാരോടൊത്ത് ജെയിംസ് തൃശ്ശൂർക്ക് പുറപ്പെട്ടു. 4 മണി കഴിഞ്ഞ് അമല ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ മോഹൻ ജോസിനെ കണ്ടുപിടിക്കാൻ അവന് പ്രയാസം നേരിട്ടില്ല. എൻ്റെ പേര് ജെയിംസ്, ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു. എനിക്ക് ഡോക്ടറോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്, അവൻ പറഞ്ഞു. ഇരിക്കൂ. ഡോക്ടർ മോഹൻ്റെ മുറിയിൽ എതിർവശത്തുള്ള കസേരയിൽ ജെയിംസ് ഇരുന്നു. ഡോക്ടർക്ക് വളരെ വിഷമമുണ്ടാക്കാനിടയുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത്, ജെയിംസ് ആമുഖമായിട്ട് പറഞ്ഞു. എന്താണ് എന്നെ ഇത്രയേറെ വിഷമിപ്പിക്കാനുള്ളൊരു കാര്യം? ഡോക്ടർ മോഹൻ കൗതുകത്തോട് ചോദിച്ചു. കൺസൾട്ടിംഗ് റൂമിൽ അപ്പോൾ അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരെങ്കിലും കേട്ടാൽ മോശമാണ്, ഞാൻ വാതിലടച്ചേക്കാം, ദയപൂർവം ജെയിംസ് പറഞ്ഞു. ഡോക്ടർ അനുവാദത്തിന് കാക്കാതെ അവൻ ചെന്ന് വാതിലടച്ചു. എന്നിട്ട് വീണ്ടും വന്ന് കസേരയിലിരുന്നു. ഡോക്ടറുടെ മാരേജ് കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ലെന്ന് എനിക്കറിയാം. വൈഫിനെക്കുറിച്ച് അത്ര അഭിമാനകരമല്ലാത്ത ചില സത്യം ഞാൻ അറിഞ്ഞു. ഡോക്ടർ മോഹൻ പെട്ടെന്ന് ജാഗരൂകനായി. എൻ്റെ ഭാര്യയെക്കുറിച്ച് ജെയിംസ് എന്തൊക്കെയാണ് അറിഞ്ഞത്? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഞാൻ ഇതൊക്കെ വന്ന് പറഞ്ഞതെന്ന് ഡോക്ടർക്ക് സംശയം തോന്നി. എൻ്റെ കസിനെ ഡോക്ടർ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ നന്ദിയും കടപ്പാടും എനിക്കുള്ളത് കൊണ്ടാണ്. ഡോക്ടറെ പോലൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ വഞ്ചിക്കപ്പെടരുതായിരുന്നു. ജെയിംസ് വാചാലനായി. എൻ്റെ സമയം വിലപ്പെട്ടതാണ്, ഡോക്ടർ മോഹൻ ഓർമ്മിപ്പിച്ചു. സോറി ഡോക്ടർ, എല്ലാം ഞാൻ പറയാം. ഡോക്ടറുടെ വൈഫിൻ്റെ വീട്ടുകാരും കൂടി ചേർന്ന്
ഡോക്ടറെ വഞ്ചിക്കുകയായിരുന്നു. പഠിക്കുന്ന കാലത്ത് ഡോക്ടറുടെ വൈഫിനെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അടൂരെ ഒരു ഹോട്ടലിൽ വ്യഭിചാര കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട്. ശരിയല്ലേ? ജെയിംസ് ഞെട്ടി. എന്ന് മാത്രമല്ല, കോട്ടയത്ത് നിന്നിറങ്ങുന്ന ചില അന്തിപ്പത്രങ്ങളിൽ അതിൻ്റെ വാർത്തയും വന്നു അല്ലേ? അവൻ്റെ മുഖം വിളറി. ഡോക്ടർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞതല്ലേ? 2 ദിവസം മുമ്പ് എൻ്റെ ഒരു വെൽവിഷർ തന്നെയാണ് എന്നോട് വിവരം വന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ അവളെ കൂത്താട്ടുകുളത്ത് കൊണ്ടുവന്ന് വിടുകയും ചെയ്തു, ഡോക്ടർ പറഞ്ഞു. ജെയിംസ് മിണ്ടാനാവാതെ നിന്നു. ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പോവാ. പക്ഷെ കോടതിയിൽ സാക്ഷി പറയാൻ ഒരാളിനെ വേണം. സംഘടിക്കാൻ പറ്റുമോ? ജെയിംസോ അല്ലെങ്കിൽ എബിയോ വന്നാൽ മതി. കാരണം നിങ്ങൾ രണ്ടുപേരും മുക്കറ്റം ഇൻവോൾവ് ചെയ്ത സംഭവമാണല്ലോ ഇത്. ഡോക്ടർ മോഹൻ്റെ വാക്കുകളിൽ പരിഹാസമാണ് നിറഞ്ഞു നിന്നിരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെന്നാണോ ഡോക്ടർ വിചാരിക്കുന്നത്? പാളിപ്പോയ ഒരു കുതന്ത്രത്തിൻ്റെ വക്കിൽ നിന്നും അവൻ ചോദിച്ചു. അല്ലല്ല, നീ പറഞ്ഞല്ല, ഞാൻ 100% വിശ്വസിക്കുന്നു. അതല്ലേ വെള്ളം തൊടാതെ ഞാൻ അതുപടി വിഴുങ്ങിയത്. ജെയിംസ് വീണ്ടും എഴുന്നേറ്റു. എച്ചിൽ തിന്നാൻ ഉളുപ്പില്ലാത്തവന്മാർ ഈ നാട്ടിലുണ്ട്, എനിക്കിപ്പം മനസ്സിലായി. പരിഹാസത്തോടെ പറഞ്ഞിട്ട് അവൻ വാതിലിന് നേരെ എഴുന്നേറ്റു. ഒന്ന് നിന്നാ ജെയിംസേ. ഡോക്ടർ മോഹൻ ജെയിംസിൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് അവൻ്റെ കവിളടക്കം പടക്കം പൊട്ടുന്ന പോലെ ഒരടി വീണു. ജെയിംസ് ഞെട്ടിത്തെറിച്ചു നിന്നായി. നീ വാതിലടച്ച നന്നായി, വേറെ ആരെങ്കിലും കണ്ടാൽ മോശമായിപ്പോനെ, ഡോക്ടർ മോഹൻ പറഞ്ഞു. പെട്ടെന്ന് ജെയിംസ് മുഷ്ടി ചുരുട്ടിയാളുടെ മുഖത്ത് ഊക്കോടടിച്ചു. പക്ഷെ മിന്നൽ വേഗതയിൽ ഡോക്ടർ മോഹൻ തെന്നിമാറി. ആ ഇടി ലക്ഷ്യം കൊണ്ടില്ല. മുന്നോട്ട് വീഴാൻ ഞാൻ ജെയിംസിനെ തടഞ്ഞു നിർത്തി അടിവയറ്റിൽ അയാൾ കാൽമുട്ടുയർത്തി ശക്തിയായിട്ടിടിച്ചു. മരണവേദനയോടെ ജെയിംസ് വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു. ഡോക്ടർ മോഹൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു ഉയർത്തി. ഗെറ്റ് ഔട്ട് യു സ്കൗണ്ടറൽ. നിന്നെ ഇപ്പോൾ പോലീസിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. അത് ഞാൻ ചെയ്യുന്നില്ല. എൻ്റെ മാന്യതയും ഹോസ്പിറ്റലിൻ്റെ റെപ്യൂട്ടേഷനും ഓർത്തിട്ട് ഇറങ്ങിപ്പോടാ. ഡോക്ടർ മോഹൻ വീണ്ടും വാതിലടച്ചിട്ട് കസേരയിൽ വന്നിരുന്നു. മനസ്സും ശരീരവും സാധാരണ മട്ടിലാകാൻ വേണ്ടിയിട്ട് ഒരു നിമിഷം എടുത്തു. പിന്നെ അയാൾ മൊബൈലെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു. മേബിളാണ് റിസീവർ എടുത്തത്. ഷൈനി, അവനിപ്പോൾ വന്നിരുന്നു, അയാൾ പറഞ്ഞു. എന്നിട്ട് പാരവശ്യതയോടെ അവൾ ചോദിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് പെരുമാറിയിട്ടാണ് വിട്ടത്. ഇനി അവൻ ഈ വഴി വരില്ല. മോഹൻ, എനിക്കിപ്പോഴാണ് സമാധാനമായത്, സന്തോഷക്കണ്ണീരോടെ അവൾ പറഞ്ഞു. അനീറ്റയെ വിളിച്ച് വിവരം പറഞ്ഞിട്ട് പുള്ളിക്കാരിയെ സമാധാനിപ്പിക്കട്ടെ. ആ സംഭാഷണം അവസാനിച്ച ഉടൻ അനീറ്റയെ വിളിക്കാനായിട്ട് മൊബൈൽ റിസീവർ എടുത്തു. അപ്പോൾ ജെയിംസ് കാറിനടുത്തേക്ക് നടക്കുകയായിരുന്നു. കാറിനുള്ളിൽ ജിമ്മിയും മനീഷും വിജയനും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പാടുപെട്ട് നടന്നു വരുന്ന ജെയിംസിനെ കണ്ട് പെട്ടെന്ന് 3 പേരും കാറിൽ നിന്നിറങ്ങി. എന്താടാ, എന്തുപറ്റി? ഉത്കണ്ഠയോടെ ജിമ്മി ചോദിച്ചു. ഒന്നും പറ്റിയില്ല, നമുക്ക് പോകാം, വണ്ടി നീ ഓടിച്ചാൽ മതി. ജെയിംസ് ബാക്ക് സീറ്റിലേക്ക് കയറി ചാരിയിരുന്നു. 3 പേരും വേഗം കാറിൽ കയറി. ജിമ്മിയാണ് വണ്ടി ഓടിച്ചത്. ഹോസ്പിറ്റലിന് ഗേറ്റ് കടന്ന് കാറ് ടൗണിലേക്ക് പാഞ്ഞു. 8-ാം തീയതി ഞാൻ കാനഡയ്ക്ക് പറക്കും. അതിനു മുമ്പ് 6-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി നമ്മൾ അറ്റ കൈ പ്രയോഗിക്കും, കണ്ണുകൾ അടച്ചുകൊണ്ട് ജെയിംസ് പറഞ്ഞു. പലതവണ ചർച്ച ചെയ്തിരുന്നതിനാൽ അവൻ പറഞ്ഞത് എന്താണെന്ന് ജിമ്മിക്കും അനീഷിനും വിജയനും പെട്ടെന്ന് മനസ്സിലായി. ടൗണിൽ ആദ്യം കണ്ട ബാറിന് മുന്നിൽ കാറ് നിന്നു. അധ്യായം 8. അന്ന് വൈകുന്നേരം അനീറ്റ വന്നപ്പോൾ ഡെയ്സി തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. കുളി കഴിഞ്ഞ് വേഷം മാറി അവൾ അനുജത്തിയുടെ അടുത്തായിരുന്നു. മോളെ, ഒരു പുതിയ ആലോചന. നമുക്ക് ടൗണിലേക്ക് താമസം മാറാം. ഞങ്ങളെ വിനോദ് സാറിൻ്റെ വീട് കാണാൻ പോയില്ലേ, വലിയ വീടാണ്. മുകളിലത്തെ നിലയിലേക്ക് നമ്മളൊന്ന് താമസിച്ചോളാൻ സാറ് പറഞ്ഞു. എന്നിട്ടെന്ത് തീരുമാനിച്ചു? ഡെയ്സി ചോദിച്ചു. അങ്ങോട്ട് മാറാമെന്ന് ജോഷി നിർബന്ധിക്കുന്നു. ചേച്ചിയുടെ അഭിപ്രായം? അങ്ങോട്ട് മാറാമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഡെയ്സിയുടെ മുഖത്ത് ഒട്ടും താല്പര്യം കാണാൻ കഴിഞ്ഞില്ല അനീറ്റയ്ക്ക്. നിനക്ക് എന്താണ് ഒരു മടി പോലെ? ചെറിയ വീടാണെങ്കിലും ടൗണിൽ നിന്നും ദൂരെയാണെങ്കിലും ഈ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ചേച്ചി. ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയും സുരക്ഷിതത്വമുണ്ട്. ശരിയാണ്, പക്ഷേ മറ്റൊരാളുടെ വീട്ടിൽ അയാളുടെ ഔദാര്യത്തിൽ കഴിയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഡെൻസി അവളുടെ മനസ്സ് വെളിപ്പെടുത്തി. അനീറ്റ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. ഫോൺ ബില്ല് വന്നിട്ട് ഒരാഴ്ചയായി, ഞാനത് മറന്നു. നാളെ നിനക്കത് അടയ്ക്കാൻ പറ്റുമോ മോളെ? ഞാൻ അടച്ചേക്കാം ചേച്ചി, ഡെയ്സി പറഞ്ഞു. ജോഷി വന്നപ്പോൾ 9 മണിയായി. എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിച്ചതാണ്. വന്നപ്പോൾ തന്നെ അയാൾ പറഞ്ഞു. അനീറ്റ ഒന്നും മിണ്ടിയില്ല. നമ്മളെന്താണ് വിനോദ് സാറിൻ്റെ വീട്ടിലേക്ക് മാറുന്നത്? അയാൾ ചോദിച്ചു. ഡെയ്സിക്ക് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതെന്താ? ചെറിയ വീട്ടിൽ ജനിച്ചു വളർന്നവരാണ് ഞങ്ങൾ. അത്ര പോഷ് ലൈഫൊന്നും ഞങ്ങളുടെ ചിന്തയെപ്പോലില്ല. നമ്മളെപ്പോഴും മുകളിലേക്കാണ് ലക്ഷ്യം വെക്കേണ്ടത്, താഴേക്കല്ല.
അടുത്ത ഞായറാഴ്ച നമ്മുടെ പാട്ടുരായ്ക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. വിനോദ് സാറിനോട് ഞാൻ പറയാൻ പോവാം. പിറ്റേന്ന് രാവിലെ സൂസി വന്നപ്പോൾ അനീറ്റ വീട്ടുമാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞു. അയ്യോ, എനിക്കാണല്ലോ ബുദ്ധിമുട്ടായത്. ഇനിയിപ്പോൾ ഞാൻ തൃശ്ശൂർ വരെ ബസ് കൂലി മുടക്കണമല്ലോ. സൂസി ഖേദിച്ചു. അത്രയും ദൂരം ചേട്ടത്തി ബുദ്ധിമുട്ടി വരണമെന്ന് ഞാൻ പറയത്തില്ല. ഡേസി ഞാനും ഉണ്ടല്ലോ. വീട്ടുജോലികളൊക്കെ ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്യും, അനീറ്റ പറഞ്ഞു. അവളോട് അക്കാര്യം പറയണ്ടായിരുന്നെന്ന് സൂസിക്ക് പെട്ടെന്ന് തോന്നി. ജോഷി സാറിനോട് എന്ത് പറഞ്ഞാലും സമ്മതിക്കുമായിരുന്നു. 9 മണിയായപ്പോൾ അനീറ്റ പോയി. 9:30 ഡേസിയും പോയി. ജോഷിയുടെ മുറിയിലേക്ക് സൂസി വന്നു. വീട് മാറാൻ പോവുകയാണോ സാറേ? അവൾ ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ അങ്ങനൊരു ഉദ്ദേശമുണ്ടെന്ന്. ടൗണിലേക്ക് മാറുന്നതാണ് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ലത്, ജോഷി പറഞ്ഞു. അപ്പോൾ ഞാനോ? തീർച്ചയായിട്ടും വരണം. എന്താ പ്രയാസമുണ്ടോ? പ്രയാസമോ? നല്ല ചോദ്യം. കാണാതിരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയില്ലേ? സൂസി കിടക്കയിലിരുന്നു. റോഡിലെത്തി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് ടെലിഫോൺ ബില്ല് എടുത്തില്ലല്ലോ എന്ന കാര്യം ഡേസി ഓർത്തത്. അവൾ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അവൾ വന്നപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കായിരുന്നു. ജോഷി ഓഫീസിലേക്ക് പോകാൻ വേഷം ധരിക്കുകയാണെന്നാണ് അവൾ കരുതിയത്. അവൾ പുറത്ത് 1 മിനിറ്റ് കാത്തു നിന്നു. സൂസി ചേർത്തി പോയി കാണില്ലല്ലോ എന്നപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ അടുക്കളയിൽ ചെന്നു. അവിടെ സൂസി ഉണ്ടായിരുന്നില്ല. ഡേസി വീണ്ടും ജോഷിയുടെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അകത്ത് അമർത്തി ചിരി കേട്ടത്. അവൾ ഞെട്ടിപ്പോയി. ജോഷി ചേട്ടൻ. ഡേസിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അവളൊരു നിമിഷം സ്തംഭിച്ചു നിന്നു. മുറിക്കുള്ളിൽ സൂസി ഇളകിച്ചിരിക്കുന്നത് അവൾ കേട്ടു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ വാതിൽ മുട്ടി വിളിക്കും. രണ്ടുപേരും ഇറങ്ങി വരുമ്പോൾ എങ്ങനെ അവരെ അഭിമുഖീകരിക്കും? ഡേസിക്ക് അതിനുള്ള കരുത്തില്ലായിരുന്നു. അവൾ വീട്ടിൽ നിന്നിറങ്ങി വേഗം നടന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടിയില്ല. ജോഷി ചേട്ടൻ എത്ര നിസ്സാരമായിട്ടാണ് അനിച്ചേച്ചിയെ വഞ്ചിക്കുന്നത്. ഈ രഹസ്യബന്ധത്തിന് തടയിടണം. അന്ന് ഓഫീസിൽ നിന്നും ഡേസി വന്നപ്പോൾ ജോഷി എത്തിയിട്ടില്ല. അവൾക്ക് ആശ്വാസം തോന്നി. അവളുടെ മുഖം കാണാതെ കഴിയാമല്ലോ. അനീറ്റയാണെന്ന് നേരത്തെ വന്നത്. വിനോദ് സാറിൻ്റെ വീട്ടിലേക്ക് താമസം മാറുന്നതിൽ എനിക്ക് വിരോധമില്ല ഡേസി എന്ന് പറഞ്ഞു. അനീറ്റ ആശ്ചര്യത്തോടെ അവളെ നോക്കി. എന്താ നിനക്ക് പെട്ടെന്നൊരു മാറ്റം? നമുക്ക് 3 പേർക്കും ടൗണിലല്ലേ ജോലി. ടൗണിൽ താമസിക്കുന്നതാണ് നല്ലത്. ആലോചിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഞായറാഴ്ച തന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? അനീറ്റ പറഞ്ഞു. അതെ, പിന്നൊരു കാര്യം, ആ സൂക്ഷിച്ചെടുത്തില്ലേ, അവരിനി വരണ്ടെന്ന് പറയണം. നമ്മുടെ വീട്ടിലെ ജോലികൾ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരാൾ ദിവസം മണ്ണത്തിയിൽ നിന്ന് വരേണ്ട കാര്യമൊന്നുമില്ല, ഡേസി പറഞ്ഞു. ഞാൻ ജോഷിയോടൊന്ന് പറയാം. ചേട്ടനെ ഉൾപ്പെടുത്തണ്ട. നാളെ ആ സ്ത്രീ വരുമ്പോൾ ചേച്ചി തന്നെ പങ്ക് പറഞ്ഞാൽ മതി, ഡേസി പറഞ്ഞു. അവളുടെ ഗൗരവഭാവം കണ്ടപ്പോൾ അനീറ്റയ്ക്ക് അത്ഭുതം തോന്നി. ഈ പെണ്ണിന് ഇതെന്ത് പറ്റി? പിറ്റേന്ന് വ്യാഴാഴ്ചയാണ്. രാവിലെ പതിവ് സമയത്ത് തന്നെ സൂസി എത്തി. പണികൾ ചെയ്യുന്നതിനിടയിലാണ് അനീറ്റ ആ കാര്യം അവതരിപ്പിച്ചത്. ചേർത്തി ശനിയാഴ്ചയും കൂടി വന്നാൽ മതി. ഞായറാഴ്ച ഞങ്ങൾ പാട്ടുരായ്ക്കിലേക്ക് മാറുകയല്ലേ. അവിടെ വരെ ചേർത്തി എത്തി ബുദ്ധിമുട്ടിക്കണ്ട. എനിക്കൊരു ബുദ്ധിമുട്ടില്ല അനീറ്റേ, ഞാൻ വരാം, സൂസി പറഞ്ഞു. വേണ്ട ചേർത്തി, ടൗണിലേക്ക് മാറുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും. ഞങ്ങൾ 2 പെണ്ണുങ്ങളില്ലേ, ഞങ്ങൾക്ക് ചെയ്യാവുന്ന പണികളെ അവിടെ കാണും. സൂസിയുടെ മുഖം മങ്ങുന്നത് വ്യക്തമായിട്ട് ഡേസി കണ്ടു. ജോഷിയും സൂസിയും മാത്രം വീട്ടിലാവുന്ന അവസരം ഇനി ഉണ്ടാകരുതെന്ന് അവൾ അപ്പോൾ തന്നെ തീരുമാനിച്ചു. അവർ തമ്മിൽ ഇനി സംസാരിക്കാൻ പാടില്ല. 9 മണിയായപ്പോൾ അനീറ്റ പോയി. സാവകാശത്തിലാണ് ഡേസി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയത്. 9:30 അവൾ ഓഫീസിൽ പോകാൻ ഇറങ്ങിയില്ല. സൂസി അക്ഷമയോടെ വന്ന് നോക്കുന്നത് അവൾ കണ്ടു. മോളിന്ന് പോകുന്നില്ലേ? ഒടുവിൽ സൂസി വന്ന് ചോദിച്ചു. പോകുന്നുണ്ട്, ജോഷിയുടെ അടുത്തേക്ക് ഡേസി എന്ന്. ചേട്ടനെപ്പോഴാണ് പോകുന്നത്? അവൾ ചോദിച്ചു. 10 മണിക്ക്. എനിക്ക് 10:30 എന്നാലും മതി. ഈ നേരത്തെ ബസ്സിൽ ഭയങ്കര തിരക്കേട്ടാ. ആണുങ്ങളൊക്കെ മനഃപൂർവ്വം തിരക്കുണ്ടാക്കുന്നേ. ചേട്ടനൊരു 10 മിനിറ്റ് നേരത്തെ ഇറങ്ങുമെങ്കിൽ കാറിൽ ഞാൻ കൂടെ വരായിരുന്നു. ജോഷിക്കത് ഇഷ്ടമായി. അതിനെന്താ, 9:45 നമുക്ക് പോവാം, അയാൾ സമ്മതിച്ചു. വീട് പൊട്ടി ജോഷിയും ഡേസിയും കാറിൽ കയറിയ ശേഷമാണ് സൂസിയും പോയത്. അടുത്ത ദിവസങ്ങളിലും അത് തന്നെ സംഭവിച്ചു. ശനിയാഴ്ച രാവിലെ സൂസിയുടെ ശമ്പളം കുറച്ച് രൂപ അധികം കൊടുത്ത് അനീറ്റ അവളെ പറഞ്ഞു വിട്ടു. അന്ന് ജോഷിക്കും സൂസിക്കും സംസാരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവിടെ ഡേസി ചുറ്റിപ്പറ്റി നിന്നു. പിറ്റേന്ന് അവർ വിനോദ കുരുവിളിയുടെ വീടായ സിയോൺ വില്ലയിലേക്ക് താമസം മാറി. അഗസ്റ്റിൻ പാറക്കോട്ടലിൻ്റെ ലോറിയിൽ അയാളുടെ പണിക്കാരനാണ് ഫർണിച്ചർ കൊണ്ടുപോയി കൊടുത്തത്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്നാണ് ഭക്ഷണം. ഇന്ന് നിങ്ങളാണ് എൻ്റെ ഗസ്റ്റ്, വിനോദ കുരുവിള പറഞ്ഞു. ജോഷി ആ ക്ഷണം സ്വീകരിച്ചു. ഇടയ്ക്കൊക്കെ ഊണ് കഴിക്കാൻ സാറിന് മുകളിലേക്കും വരാം, അയാൾ പറഞ്ഞു. അത് സന്തോഷമുള്ള കാര്യമാണ്. മുകളിൽ 3 ബെഡ്റൂമുകളാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം ഡേസിക്ക് കിട്ടി. വലിയ മുറി ജോഷി അനീറ്റെടുത്തു. പുതിയ വീടും അന്തരീക്ഷവും 3 പേർക്കും ഇഷ്ടപ്പെട്ടു. ആ ഒരാഴ്ച അവസാനം അനന്തരാമൻ ദുബായിലേക്ക്
3 ദിവസത്തെ ബിസിനസ് ടൂറിന് പോയി. ഉച്ച കഴിഞ്ഞപ്പോൾ അനീറ്റ സിയോൺ വില്ലയിലേക്ക് മടങ്ങി. അവൾ വന്നപ്പോൾ മുറ്റത്ത് റോസാത്തോട്ടത്തിൽ ചെടികൾ പരിചരിച്ചു കൊണ്ട് നിൽക്കുന്ന വിനോദുണ്ടായിരുന്നു. ബർമുഡയും ടീഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. സാറിന് പോയില്ലേ? അവൾ ചോദിച്ചു. പോയിട്ട് നേരത്തെ വന്നു. ഉച്ച കഴിഞ്ഞ് പോകുന്നില്ലെന്ന് വെച്ചു. അനീറ്റയ്ക്ക് തിരക്കില്ലേ, നമുക്ക് അല്പനേരം സംസാരിച്ചിരിക്കാം, അയാൾ പറഞ്ഞു. അവൾ ക്ഷണം നിഷേധിച്ചില്ല. സിറ്റൗട്ടിൽ ചെന്ന് അവരിരുന്നു. പുതിയ താമസം ഇഷ്ടപ്പെട്ടോ? പുഞ്ചിരിയോടെ വിനോദ് ചോദിച്ചു. ഉവ്, ഞങ്ങൾ സാറിന് ശല്യമാകുമെന്ന് എൻ്റെ പേടി, അവൾ പറഞ്ഞു. ഒരിക്കലും ഇല്ല. അനീറ്റ ഇരിക്കൂ. കുടിക്കാൻ തണുത്ത എന്തെങ്കിലും ഞാൻ എടുത്തുകൊണ്ട് വരാം. ബാബു കൂടില്ല, ആ മാറ്റിന് കാണാൻ പോയി. ഇപ്പോൾ ഒന്നും വേണ്ട സാർ, അവൾ പറഞ്ഞു. പക്ഷെ അയാൾ അത് അവഗണിച്ചുകൊണ്ട് അകത്ത് പോയി. 2 ഗ്ലാസ് ഓറഞ്ച് ജ്യൂസായിട്ട് വന്നു. ഒന്ന് അവൾക്ക് കൊടുത്തു. സാറിൻ്റെ വൈഫിന് ഇന്ന് വരും, അനീറ്റ വെച്ചു. അവൾ വരില്ല, അവൾക്ക് അവിടെ കൂട്ടുണ്ട്. മനസ്സിലാകാത്ത മട്ടിൽ അവൾ നോക്കി. ഒരു ജർമ്മൻകാരനാണ്. അവരുടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിക്കുന്നത്. റോസി പ്രഗ്നൻ്റ് ആണെന്ന് കഴിഞ്ഞ ആഴ്ച അയാൾ വിളിച്ചു പറഞ്ഞു. എന്തോ പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഞാൻ മുകളിലേക്ക് പോവാണ് സാർ. ഒഴിഞ്ഞ ഗ്ലാസ് വെച്ചിട്ട് അവൾ എഴുന്നേറ്റു. എന്നോട് സഹതാപമൊന്നും വേണ്ട, ഐ ആം ഹാപ്പി, വിനോദ് പറഞ്ഞു. അയാളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് അനീറ്റ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഹാൻഡ് ബാഗിൽ നിന്നും അവൾ താക്കോലെടുത്ത് വാതിൽ തുറക്കുമ്പോൾ വിനോദ് പൂന്തോട്ടത്തിൽ നിൽക്കുന്നതാണ് അവൾ കണ്ടത്. പെട്ടെന്ന് അവൾക്ക് തലയുറ്റുന്ന പോലെ തോന്നി. അമ്മച്ചി, അറിയാതെ അവൾ വിളിച്ചു. അത് കേട്ട് അയാൾ തലയുയർത്തി നോക്കി. അപ്പോൾ അനീറ്റ നിലത്തേക്ക് കുഴഞ്ഞു വീഴുകയായിരുന്നു. വിനോദ് സ്റ്റെയർ കേസ് ഓടിക്കയറി ചെന്ന് അനീറ്റയെ കോരിക്കൊണ്ട് ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തി. അനീറ്റ, അയാൾ മെല്ലെ വിളിച്ചു. അവൾ വിളി കേട്ടില്ല. 2 ഗ്ലാസുകളിലേക്കും ജോഷി തുള്ളിയ അളവിൽ ബ്രാൻഡി പകർന്നു. പിന്നെ 2 ഗ്ലാസ്സിലേക്കും തണുത്ത സോഡ ഒഴിച്ചു. ഒരു ഗ്ലാസ് എടുത്ത് അയാൾ ജോസഫിന് കൊടുത്തു. ചിയേഴ്സ്. 2 പേരും കവിളുകൾ കൂട്ടിമുട്ടിച്ചു. ജോഷി, നിങ്ങളൊരു ഭാഗ്യവാനാ, ബ്രാൻഡി ഒരു കവിൾ കുടിച്ചിട്ട് ജോസഫ് പറഞ്ഞു. ജോഷിയോടൊപ്പം ജോലി ചെയ്തിരുന്ന അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് ജോസഫ്. വീട് മാറിയതിൽ നിന്ന് ബാറിലിരുന്ന് ചെറിയൊരു ആഘോഷം നടത്തുകയായിരുന്നു ജോഷി. എനിക്ക് എന്ത് ഭാഗ്യമുണ്ടെന്നാണ് താൻ പറയുന്നത്? സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് ജോഷി വെച്ചു. നല്ല കൊയ്ത്തുള്ള ഒരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ. ഇപ്പോൾ ഇതാ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് മാറ്റം. പെട്ടെന്ന് ജോഷിയുടെ മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങി. അയാൾ അതെടുത്ത് നോക്കി. അനീറ്റയുടെ മൊബൈൽ നമ്പറായിരുന്നത്. ഹലോ, ജോഷി ഓഫീസിലാണോ? അവൾ ചോദിച്ചു. അല്ല, പുറത്താണ്. വേഗം ഇങ്ങോട്ടൊന്ന് വാ. ഞാൻ വീട്ടിലാണ്. എനിക്ക് നല്ല സുഖമില്ല, അവൾ പറഞ്ഞു. എന്തു പറ്റി? അയാൾ ചോദിച്ചു. ഞാൻ കുറച്ചു മുന്നേ തലയുറ്റിയൊന്ന് വീണു വീട്ടിൽ വന്നപ്പോൾ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഒരു മയക്കം പോലായിരുന്നു. അതങ്ങ് മാറി. എന്നാലും ഒരു ചെറിയ ചെക്കപ്പ് നടത്തുന്നതാണ് നല്ലത്. നിനക്ക് ഡെയ്സിയെ വിളിച്ച് പറയാമാറായിരുന്നോ? ഹോട്ടലിൽ പാതി വെച്ച് ഇറങ്ങിപ്പോവാൻ അയാൾക്ക് മടിയായിരുന്നു. ഡെയ്സിയെ വിളിച്ചു. അവൾ വരാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ വന്നേക്കാം. അയാൾ കോൾ ക്യാൻസൽ ചെയ്തു. എന്തുപറ്റി? ജോസഫ് ചോദിച്ചു. വീട്ടിൽ നിന്ന് വൈഫാ, അവൾക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ പോകണമെന്ന്. എന്നാൽ നമുക്കിതങ്ങ് ഫിനിഷ് ചെയ്തേക്കാം. താൻ വേഗം ചെല്ല്. ഉടൻ തന്നെ 2 പേരും ഹോട്ടലിൽ നിന്നിറങ്ങി. ജോഷി സിയോൺ വില്ലയിലേക്ക് ചെന്നപ്പോൾ ഡെയ്സി എത്തിയിട്ടുണ്ട്. അവർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. പിന്നെ തലവിറ്റ് വന്നോ? അയാൾ ചോദിച്ചു. ഇല്ല, നമുക്ക് പോയിട്ട് വരാം. അടുത്തുള്ള ഹോസ്പിറ്റൽ കാർത്തിയാനി നഴ്സിംഗ് ഹോമാണ്. അവർ അവിടേക്കാണ് പോയത്. കുടിച്ചിട്ടുണ്ടല്ലേ? ഫ്രണ്ട് സീറ്റിൽ ജോഷിയോടൊപ്പം ഇരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി അനീറ്റ് ചോദിച്ചു. ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ക്ഷമാപണം പോലെ അയാൾ പറഞ്ഞു. ഹോസ്പിറ്റലിന് മുറ്റത്ത് ചെന്ന് കാറ് നിന്നു. ഡോക്ടറെ കാണാൻ ഡെയ്സിയും ഞാനും കൂടെ കയറിക്കൊള്ളാം, കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനീറ്റ പറഞ്ഞു. അയാളൊന്നും മിണ്ടിയില്ല. ഡെയ്സി എന്ന് ഒ പി ടിക്കറ്റ് എടുത്തു. ഡോക്ടർ സുലോചനയെ കാണാൻ അനീറ്റയോടൊപ്പം ഡെയ്സിയാണ് കയറിയത്. ഇതിനു മുമ്പ് തലയൂറ്റിലെ ബോധക്ഷമയം ഉണ്ടായിട്ടുണ്ടോ? വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ ചോദിച്ചു. ഇല്ല. മാരേജ് കഴിഞ്ഞിട്ട് എത്ര നാളായി? 6 മാസം കഴിഞ്ഞു. ഹസ്ബൻഡ് സ്ഥലത്തില്ലേ? അനീറ്റയും ഡെയ്സിയും പരസ്പരം ഒന്ന് നോക്കി. ഉണ്ട്, ഇപ്പോൾ വരും. ചില ടെസ്റ്റുകൾ നടത്താനുണ്ട്, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ സുലോചനയെക്കുറിച്ച് കൊടുത്ത സ്ട്രിപ്പുമായിട്ട് അവർ ലാബിലേക്ക് പോയി. ജോഷി അപ്പോൾ സന്ദർശകർക്കുള്ള കസേരയിലിരിക്കുകയായിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ അനീറ്റയും ഡെയ്സിയും അയാളുടെ അടുത്ത് വന്നിരുന്നു. ലാബിൽ നിന്നും ടെസ്റ്റ് റിസൾട്ട് കിട്ടാനുണ്ട്, അനീറ്റ പറഞ്ഞു. അവർ കുറച്ചു നേരം കാത്തിരുന്നു. അനീറ്റയെ വീണ്ടും ഡോക്ടർ വിളിപ്പിച്ചു. ഡെയ്സിയും ഒപ്പം ചെന്നു. ഇരിക്കൂ, ഡോക്ടർ സുലോചന പറഞ്ഞു. അവരുടെ മേശപ്പുറത്തിൻ്റെ ലാബിൽ നിന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. അനീറ്റ ഗർഭിണിയാണ്. അനീറ്റ അത് കേട്ട് കോരിത്തെരിച്ചു. അവൾ ആഹ്ലാദത്തോടെ ഡെയ്സിയെ നോക്കി. ഡെയ്സി അവളുടെ കൈപിടിച്ചമർത്തി. താങ്ക് യു ഡോക്ടർ. ഗർഭിണിയാകുമ്പോൾ ചിലർക്ക് ഇങ്ങനെ തലയിട്ടിലുണ്ടാകാറുണ്ട്. കാര്യമാക്കാനില്ല. പോഷകഗുണങ്ങളുള്ള ആഹാരം കഴിച്ചാൽ മതി. ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകാൻ പാടില്ല.
അനീറ്റ തലകുലുക്കി. ഞാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം. മുടങ്ങാതെ അത് കഴിക്കണം. മാസത്തിലൊരിക്കൽ ചെക്കപ്പ് നടത്തണം. ശരി ഡോക്ടർ. ജോഷിയുടെ അടുത്തെത്താൻ അനീറ്റയ്ക്ക് തിടുക്കമായിരുന്നു. ജോഷി, ഒരു വിശേഷമുണ്ട്, അവൾ പറഞ്ഞു. അവളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അയാൾ കാര്യമെന്താണെന്ന് ഊഹിച്ചു. ഞാൻ അമ്മയാവാൻ പോവാണ്. പ്രതീക്ഷിച്ച സന്തോഷം അയാളുടെ മുഖത്ത് അവൾ കണ്ടില്ല. എന്താ ജോഷി, നിനക്ക് സന്തോഷമല്ലേ? അത് മതി. വിറ്റാമിൻ ടാബ്ലറ്റുകളും ടോണിക്കുകളും വാങ്ങി അവരപ്പോൾ തന്നെ സിയോൺ വില്ലയിലേക്ക് മടങ്ങി. അപ്പോൾ മുറ്റത്ത് വിനോദ് കുരുവിള സാറുടെ കാർ കിടപ്പുണ്ടായിരുന്നു. നിങ്ങൾ മുകളിലേക്ക് ചെല്ല്, ഞാൻ സാറിനൊന്ന് കണ്ടിട്ട് വരാം, ജോഷി പറഞ്ഞു. അനീറ്റയും ഡെയ്സിയും സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വിനോദ് ഇറങ്ങി വന്നു. ഹോസ്പിറ്റലിൽ പോയ ജോഷി, അയാൾ ചോദിച്ചു. പോയിട്ട് വരികയാണ്. അനീറ്റയ്ക്ക് ബോധക്ഷയം വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? അവൾ പ്രഗ്നൻ്റാ സാറേ. കൺഗ്രാജുലേഷൻസ്. വിനോദ് അയാളുടെ കൈ പിടിച്ച് കുലുക്കി. താങ്ക് യു സാർ. അപ്പോൾ ഒരു ആഘോഷത്തിന് വകുപ്പുണ്ടല്ലേ? ഇപ്പോൾ വേണ്ട സാറേ, ഞാൻ മുകളിലൊന്ന് ചെല്ലട്ടെ, അല്ലെങ്കിൽ അവളെന്ത് വിചാരിക്കും? ജോഷി പടികൾ കയറി മുകളിലേക്ക് പോയി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുറക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജോഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.